പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ലൂക്ക 14 27 സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഞാനൊന്നും കൂടി വായിക്കാം. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 14 33 മുതൽ ഇതുപോലെ സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശു വഹിക്കാതെ നിങ്ങൾക്ക് ആർക്കും എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കുരിശുകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് കരുതുന്നത് തെറ്റാണ്. ഇന്നത്തെ ലോകത്ത് നമുക്ക് പ്രോസ്പെരിറ്റി ഗോസ്പൽ അത് വല്ലാതെ അങ്ങനെ ഒത്തിരി ആളുകൾ അതിൻ്റെ പുറകെ പോകുന്നു. അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൗകിക സമ്പത്തും എല്ലാം നമ്മൾക്ക് അനേകം ലഭിക്കും, പിന്നെ ഒരു ദുഃഖവും ഈ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന ഒരു കാഴ്ചപ്പാട് അതിൻ്റെ പുറകെ കുറെ ആളുകൾ പോകുന്നു. അതേസമയം ക്രിസ്തുവിൻ്റെ ജീവിതം ഈ ലോക തത്വങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു പരാജിതനായിരുന്നു ക്രിസ്തു, അല്ലെ? അവസാനം കുരിശിലേറ്റി രണ്ട് കള്ളന്മാരുടെ നടുവിൽ തൂക്കി കുരിശിൽ തറച്ച് ക്രിസ്തുവിനെ കൊല്ലുകയായിരുന്നു. ഈ ഭൂമിയിൽ ഒരു സമ്പത്തും ഒന്നും ക്രിസ്തുവിൻ്റെതായിട്ട് ഇല്ല. അവനിങ്ങനെ സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അന്നത്തെ തറവാടികളുടെ അടുത്തൊക്കെ നോക്കി, അല്ലെങ്കിൽ വലിയ ബഹുമാന്യർ, അന്നത്തെ പവർ ഗ്രൂപ്പ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു ഒരു ഔട്ട്കാസ്റ്റാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടവരുടെയൊക്കെ കൂടെ ഇങ്ങനെ അലഞ്ഞ് വ്യഭിചാരികളുടെയും ചുങ്കക്കാരുടെയും പാപികളുടെയും കുഷ്ഠരോഗികളുടെയും ഒക്കെ കൂടെ സന്തോഷത്തോടെ അലഞ്ഞു തിരിയുന്ന ക്രിസ്തു. അതുപോലെ തന്നെ അന്നത്തെ സമൂഹത്തിലെ മാന്യന്മാരെ ശകാരിക്കുന്ന ക്രിസ്തു, വെള്ളപൂശിയ കുഴിമാടങ്ങളെ എന്നൊക്കെ യഹൂദ പ്രമാണികളെയും പരിസയരുമൊക്കെ വിളിക്കുന്ന ക്രിസ്തു അസന്നിഗ്ധമായി വീണ്ടും വീണ്ടും പറയുന്നു, ഞാൻ പാപികളെ തേടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുരിശുകളെ വഹിക്കാതെ, സന്തോഷത്തോടെ വഹിക്കാതെ, ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്നവന് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകും, സന്താപങ്ങളുണ്ടാകും. അപ്പോൾ ഈ സന്താപങ്ങളൊക്കെ നമുക്ക് കുരിശുകളായിട്ട് കാണുകയാണെങ്കിൽ അവ നമുക്ക് വഹിച്ചേ പറ്റൂ. അവയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ചിന്ത അത് ക്രിസ്തു അനുയായികൾക്ക് ചേർന്നതല്ല. കുടുംബത്തിൽ രോഗികളുണ്ടെങ്കിൽ സന്തോഷത്തോടെ അവരെ പരിചരിക്കണം. കുടുംബത്തിൽ കലഹിക്കുന്നവരുണ്ടെങ്കിൽ
സന്തോഷത്തോടെ ആ കലഹം സഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം. കുടുംബത്തിൽ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ കരുണയോടെ അവനെ രക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ നോക്കണം. ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരുത്തനുണ്ടെങ്കിൽ അവനെയും അവനെ അവനെ അനുകമ്പയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ രക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ നോക്കണം. ഇതെല്ലാം സ്നേഹത്തോടെയും സമാധാനത്തോടെയും പക്വതയോടെയും സന്തോഷത്തോടെയും കൂടെ വേണം ചെയ്യാൻ. വീണ്ടും പറയുന്നു, ഇതുപോലെ സ്വന്തമായുള്ളവയെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞു, വിധവയുടെ ചില്ലിക്കാശ്, ആകെ കൂടി ഉണ്ടായിരുന്ന ആ നാണയം കാണിക്കയായിട്ട് ഇടുകയാണ്. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം കർത്താവിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ വർത്തിക്കാൻ. ഒന്നുമായിട്ടും ലൗകികമായ ഒരു കാര്യവുമായിട്ടും ഒരതിരുവിട്ട ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു ബന്ധം നമുക്ക് പാടില്ല. അത് സമ്പത്തിനോടാകാം, മനുഷ്യരോടാകാം. കാരണം ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബ്രഹാമിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. അബ്രഹാമിനും സാറയ്ക്കും പിള്ളേരൊന്നും ഇല്ല. അപ്പൊ അവര് പ്രാർത്ഥിച്ച അവസാനം അവരുടെ വാർദ്ധക്യത്തിൽ അവർക്കൊരു മകനെ കൊടുക്കുകയാണ്. ഈ മകൻ വളർന്നു വലുതായി കഴിയുമ്പോൾ ദൈവം അവനോട് പറയുന്നു, നീ അവനെ എനിക്ക് ബലിയായി അർപ്പിക്കണമെന്ന് പറയുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഈ ഉറക്കത്തിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചെണീപ്പിച്ചിട്ട് ശാപ്പാടില്ലെന്ന് പറയുന്ന പോലെയായി. മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന അബ്രാഹത്തിന് മകനെ കൊടുക്കുകയും ആ മകൻ ഒരു ടീനേജൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അവനെ ബലി കൊടുക്കാൻ പറയുകയാണ്. അബ്രഹാം മറുതലിക്കുന്നില്ല. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് ചെവിക്കൊള്ളുകയാണ്. മകനെ ബലിയർപ്പിക്കാനായി കൊണ്ടുപോകുന്നു. അവസാനം ആ ബലിയർപ്പിക്കാനായി വാളോങ്ങിയപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അബ്രഹത്തിനെ വിലക്കുകയാണ്. ആ അബ്രഹാം ലോക ജനതയുടെ പിതാവായി അറിയപ്പെടുന്നു. അപ്പോൾ ദൈവത്തെക്കാൾ ഉപരി വേറെ ഒന്നിനും സ്ഥാനം കൊടുക്കരുത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനെ നമ്മൾ അനുധാവനം ചെയ്യുമ്പോൾ പക്വമതികളായ ആത്മാർത്ഥതയുള്ള ക്രിസ്തു അനുയായികളെന്ന നിലയ്ക്ക് നമുക്ക് എല്ലാത്തിനേക്കാൾ ഉപരി ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കുകയും അതുപോലെ കർത്താവ് നമുക്ക് വിളമ്പിത്തരുന്നത് അത് സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി, അത് സന്തോഷത്തോടെ ആ കുരിശുകൾ വഹിച്ച് ദൈവത്തെ അനുധാവനം ചെയ്ത് ദൈവത്തിൻ്റെ ഹിതം മാത്രം ആരാഞ്ഞുകൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അബ്രാഹത്തെ പോലെയും അതുപോലെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു നാണയം ദൈവത്തിന് കാണിക്കയായി കൊടുത്ത ആ വിധവയെ പോലെയും ഒക്കെ നമുക്ക് പൂർണ്ണമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്
നമുക്ക് ജീവിക്കാൻ അഭ്യസിക്കാം. കർത്താവിന് കർത്താവിന് ഇഷ്ടമുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വിളികളുമായി സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്രകാരം ജീവിതാന്ത്യവേളയിൽ നമുക്ക് ദൈവം തിരുമനസ്സാകുമെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിന് അർഹരായി തീരാം. ഇതിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആനന്ദം, ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.